വ്യവസായ രംഗത്ത് കേരളത്തിനുണ്ടായ മുന്നേറ്റം ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത് ഈ രംഗത്തെ ആധികാരികമായ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ്. കേരളത്തിന്റെ അതിശയകരമായ വളർച്ച ചൂണ്ടിക്കാട്ടുന്ന ഈ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ വിമർശിക്കുന്നത്. തരൂർ പറഞ്ഞത് സ്വന്തം കണ്ടെത്തലോ ചിന്തകളോ അല്ല, ആധികാരികത റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് നൽകുന്നത് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രിക്ക് കീഴിലുള്ള DPIIT ആണ്. വേൾഡ് ബാങ്കിന്റെ കൺസൾട്ടൻസും ഈ മാർക്കിടലിൽ പങ്കെടുക്കാറുണ്ട്. UDF ഭരണകാലത്ത് കേരളത്തിന്റെ സ്ഥാനം ഏറ്റവും ഒടുവിലായിരുന്നു. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് കേരളം, 2-ാം സ്ഥാനത്ത് ആന്ധ്ര, 3-ാം സ്ഥാനത്ത് ഗുജറാത്ത്. ഇനി തരൂർ ഉദ്ധരിച്ച ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് നോക്കാം. ഇത് തയ്യാറാക്കുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള സ്റ്റാർട്ടപ്പ് ജീനോം എന്ന സ്ഥാപനമാണ്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന 300-ലധികം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങൾ പഠിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 2021 ജൂലൈ മുതൽ 2023 ഡിസംബർ വരെയുള്ള 18 മാസത്തെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആഗോളതലത്തിലെ ശരാശരി വളർച്ച 46%, കേരളത്തിലെ വളർച്ച 254%. ഇനി പുതിയൊരു കമ്പനി തുടങ്ങാനായി എടുക്കുന്ന സമയം നോക്കാം. പണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാൻ ശരാശരി 236 ദിവസം എടുത്തിരുന്നു. ഇന്ത്യയിലേത് 114 ദിവസം, സിംഗപ്പൂരിലും അമേരിക്കയിലുമൊക്കെ 3 ദിവസം, ദുബായിൽ 1 ദിവസം. എന്നാൽ കേരളത്തിൽ K-SWIFT പോർട്ടൽ വഴി സങ്കീർണതകളില്ലാത്ത കമ്പനി അപേക്ഷകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ അനുമതി ലഭിക്കും. ഇതാണ് കേരളത്തിനുണ്ടായ മാറ്റം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.